ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു 4 സ്ലൈസ് ബ്രെഡ് എടുക്കുക. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണമെല്ലാം എടുത്തോളണം. എന്നിട്ട് അതിനൊന്ന് പൊടിച്ചിട്ടായിട്ട് മിക്സിൻ്റെ ജാറിൽ ചെറുതായിട്ട് ഇതിട്ട് കൊടുത്തിട്ട് പൊടിച്ചിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അതിനൊന്ന് മാറ്റിയൊരു പാത്രത്തിൽ വെക്കുക. പിന്നെ അതേ ജാറിലേക്ക് തന്നെ ഒരു 10-12ഓളം എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. ഒരു വലിയൊരു സവാള ഇങ്ങനെ ഒരു വലിയ പീസായിട്ട് തന്നെ മുറിച്ചിട്ട് കൊടുക്കുക. നമുക്ക് അരച്ചെടുക്കാനുള്ളതുകൊണ്ട് തീരെ നൈസാക്കണമെന്നൊന്നുമില്ല. 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, എന്നിട്ട് 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒക്കെ തന്നെ പിന്നെ ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, 1 പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ഇതേപോലെയാണ് അരച്ചെടുക്കാനുള്ളത്. എന്നിട്ട് ഈ അരച്ചെടുത്ത ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസായിട്ട് നമുക്ക് എല്ലാം മിക്സായിട്ട് കിട്ടുക. അപ്പോൾ എല്ലാത്തിനും ഉപ്പ് പിടിക്കുമല്ലോ, അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 5-10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് ഓരോരോ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം ഇത് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഡോണറ്റിൻ്റെ പോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാൻ, എന്തെങ്കിലും ചെറിയ കുപ്പിൻ്റെ അടപ്പ് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ, ഞാൻ ഇത് ചെറിയ നോസിൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് കറക്റ്റ് തന്നെ അതിൻ്റെ ഹോൾസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഉണ്ട് എല്ലാം അങ്ങനെ ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു 10 എണ്ണം തന്നെ റസ്ക് എടുത്തത്. അപ്പോൾ റസ്കിന് പകരം ബ്രെഡ് ക്രംസ് എടുക്കുന്നവർക്ക് അതും എടുക്കാം. ഞാൻ പിന്നെ ബ്രെഡ് ക്രംസിലെല്ലാം മറ്റേ ചിക്കൻ്റെ മിക്സ് കുഴച്ചെടുത്തത് കൊണ്ട് പിന്നെ റസ്ക് എടുത്തതേ ഉള്ളൂ. അത് വേണ്ടാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് റസ്കിനായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് ഇതൊരു മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഇതിന് ഒരു 2-3 മുട്ട എടുത്തിട്ട് ഇതേപോലെ കലക്കിയിട്ട് എടുത്താലും മതി. അതൊന്ന് മുക്കി കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒന്നും കൂടെ എടുത്തിട്ട് അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ കണക്കിനാണ് ഞാനിത് ഇത്രയും ലൂസിലാണ് ഈ മൈദപ്പൊടി കലക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മൈദപ്പൊടിയിലേക്ക് ഓരോരോ ഡോണറ്റ് എടുത്തിട്ടായിട്ട് ഒന്ന് നമുക്ക് മുക്കി ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്തതിന് ശേഷം ആ റസ്ക് പൊടിയിലേക്കും കൂടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് ഇതേപോലെ ആക്കിയിട്ടായിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് ഒന്നിങ്ങനെ കാണിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഞാനിത് ഒന്നിച്ചിട്ട് ചെയ്തതിന് ശേഷമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ബോറടിക്കും, ലെങ്ത്തായി പോകും വീഡിയോ. അങ്ങനെ ഞാനിതെല്ലാം കൂടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിനിതെല്ലാം ചെയ്യുമ്പോൾ തന്നെ. എന്നിട്ട് അതിലേക്ക് ഓരോന്നും നമുക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് എണ്ണ തിളച്ച് ഇത് ഇട്ടെടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഉള്ളു വെന്തും കിട്ടിയില്ല, പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞും പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് മേലെ ജസ്റ്റ് നമുക്ക് ഇതിനൊന്ന് നല്ലോണം വെന്ത് കിട്ടുന്നത് വരെ പൊരിഞ്ഞ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് ഞാൻ ഇതേപോലെ ഗോൾഡ് കളറാകുന്നത് വരെ ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് നോമ്പെല്ലായിട്ട് വരുന്നതുകൊണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല തിന്നാനും നല്ല രുചിയല്ലാന്ന് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഇട്ടിട്ടാണ് ഇതിങ്ങനെ പൊരിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ നല്ല സൂര്യൻ്റെ ഒരു വെളിച്ചം കൂടി കിട്ടുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.